കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധിദിനത്തിൽ ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനഹൂമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുവിൻ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഓർക്കുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഈ വിശുദ്ധനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രണ്ടാം ക്രിസ്തുവെന്നാണ് സഭയിൽ അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അറിയപ്പെടുന്നത്. ഒരാളെ രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും സ്വഭാവം കാണണം. ഈശോയുമായിട്ട് എന്തെങ്കിലും ഒരു താതാത്മ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരാൾ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ചായ ഉള്ളപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് പറയാം, ഇവൻ അപ്പൻ്റെ ചായയാണ്, അമ്മയുടെ ചായയാണെന്നൊക്കെ പറയും. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു സാമ്യമുള്ള പറയും, ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പനെ പോലെയാണ്, ചിരിക്കുന്ന സമയത്ത് അമ്മയെ പോലെയാണെന്നൊക്കെ പറയും. ഇപ്പം എന്തെങ്കിലുമൊക്കെ സാമ്യമുള്ളിടത്താണ് നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തുവെന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനോടൊരു സാമ്യം ഉണ്ടായിരിക്കണം. അവൻ്റെ സ്വഭാവത്തോടോ അവൻ്റെ തീരുമാനങ്ങളോടോ അവൻ്റെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടൊക്കെ എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റും. ഏറ്റവും ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന എളിമയും ദാരിദ്ര്യവും ഈ പറയുന്ന വിശുദ്ധനിലുണ്ടായിരുന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്യം പറഞ്ഞാൽ, യേശു മാത്രമാണ് എൻ്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാൻ ദരിദ്രനായി തീരുക. നമുക്കൊരു പക്ഷേ ലൗകികമായ പലതും നമ്മുടെ സ്വന്തമായിട്ടുണ്ടാകാം. നമുക്കതിലൊന്നും ഹൃദയം ഒടുക്കാതെ അല്ലെങ്കിൽ ഹൃദയം ചേർന്നിരിക്കാതെ യേശു മാത്രമാണ് എൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് ഒരു ദൈവ പൈതൽ ഉറക്കെ പറയുമ്പോൾ അവൻ യേശുവിനോടുള്ള ബന്ധത്തിൽ ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വിശുദ്ധൻ്റെ ജീവിത കഥ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നും. കാരണം ഈശോയെ തൻ്റെ യഥാർത്ഥ സമ്പത്തായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ ദാരിദ്ര്യ ജീവിതം ഏറ്റെടുത്തപ്പോൾ ചെയ്തത്, നല്ല തുണി വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു അപ്പൻ്റെ മകനാണ് ഈ പറയുന്ന ഫ്രാൻസിസ്. എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഉടുത്തിരുന്ന തുണി പോലും, ഉടുതുണി പോലും ഊരി അപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് പരിപൂർണ നഗ്നനായി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് സുവിശേഷം ജീവിക്കാൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് മനസ്സുകൊണ്ട് പോലും ആലോചിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. നമ്മൾ ആരും ഉടുതുണി ഊരി കർത്താവിനെ അനുഗമിക്കേണ്ട ആവശ്യമില്ല. അത്രയും ദാരിദ്ര്യത്തിൽ കഴിയേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഉടുക്കാതെ വെച്ചിരിക്കുന്ന തുണി പാവപ്പെട്ടവന് കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റും അല്ലേ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, എത്ര കുടുംബങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു മാസത്തിലധികം നമ്മൾ ഉപയോഗിക്കാത്ത, പ്രയോജനപ്പെടുത്താത്ത ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്നാണ്
വിശുദ്ധ ബാസിൽ പറയുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ ഷോപ്പിംഗ് മോൾ പോലെ ആയിരിക്കും ചില കുടുംബങ്ങളിൽ. ഞാനിപ്പോഴും ബാംഗ്ലൂർ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയതാണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന പുള്ളിക്കാരത്തി ഭാര്യയില്ല, ജോലിക്ക് പോയേക്കാണ്. ഒരു 3 കബോർഡുണ്ട്, വലിയ കബോർഡ്. അത് ഓരോന്ന് തുറന്ന് കാണിച്ച് എല്ലാത്തിനും ഇങ്ങനെ സാരി അടുക്കി വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, ഇത് മുഴുവൻ ഇട്ട് തീർക്കണമെങ്കിൽ എങ്ങനെയാലും ഒരു 3 വർഷം എടുക്കും. മിനിമം 3 വർഷമില്ലാതെ ഒരു ദിവസം ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റിയല്ല. 10,000-ലധികം സാരിയുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തൂടെ? കൊടുക്കുകയല്ല, തൊടാൻ പോലും പാടില്ല. ഇതിലെങ്ങും തൊടാൻ പോലും പാടില്ല. ഇനിയിപ്പോൾ ആകെ ഒരു ഉപകാരമുള്ളത് പുള്ളിക്കാരത്തി തട്ടിപ്പോകുമ്പോൾ ആ കുഴിയിൽ വേണമെങ്കിൽ ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കത്തിക്കോ എന്തെങ്കിലും ചെയ്യാം. എന്നാൽ പോലും കൊടുക്കുകയല്ല. നമ്മൾ ഉടുക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, നമ്മൾ വെറുതെ ഭവനത്തിൽ വെച്ചിരിക്കുന്നത് അപരനോട് പങ്കുവെക്കുന്നതും ദാരിദ്ര്യ അരൂപി തന്നെയാണ്. അതുപോലും ചെയ്യാൻ തയ്യാറാകാത്ത എത്രയോ പേര് നമ്മളുണ്ട്. ഈ എലിയുടെ സ്വഭാവം പോലെ എല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ പൂട്ടി വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഉപയോഗിക്കാത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഇനിവട്ടെ നിങ്ങൾക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കാരിസ്മാൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിജിലൻസിലുള്ള സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി, ഞാനത് കൊടുത്തോളാം. എത്രയോ പേര് ഈ മെഡിക്കൽ കോളേജിലൊക്കെ അവിടെ വന്ന് കിടക്കുന്ന എത്രയോ പേർക്ക് നമ്മളിങ്ങനെ അല്പം പഴയതെന്ന് തോന്നിയാൽ പോലും, മറ്റുള്ളവർ ഉപയോഗിച്ചതാണെങ്കിൽ പോലും, ഒരുപക്ഷെ അവരൊക്കെ അത്യാവശ്യം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മളവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ ഈ ഹോസ്പിറ്റലിൽ സഹായിക്കാനും രോഗികളായിട്ട് വന്നിരിക്കുന്ന എത്രയോ പേരാണ് ഇതെടുത്തു കൊണ്ടുപോകുന്ന സന്തോഷത്തോടെ. നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ദാരിദ്ര്യാരൂപി നമുക്ക് പാലിക്കാൻ പറ്റും. അധികമായിട്ട് ഇങ്ങനെ സ്വൽക്കൂട്ടുന്നൊരു പ്രവണത, സ്വന്തമാക്കുന്നൊരു പ്രവണത, എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മറ്റൊരു വാക്യം പറഞ്ഞാൽ ദാരിദ്ര്യാരൂപിക്ക് വിപരീതമാണ്. അല്ലാതെ നമുക്ക് സമ്പത്തുള്ളതൊന്നും അല്ല ദാരിദ്ര്യാരൂപിക്ക് വിപരീതമായിട്ട് പറഞ്ഞത്. ഈ സമ്പത്തിൽ നമ്മുടെ ഹൃദയം ഉടക്കുമ്പോഴാണ് അത് ദാരിദ്ര്യാരൂപിക്ക് വിപരീതമായിട്ട് മാറുന്നത്. ഇത്രേ സമ്പത്തുണ്ടായിരുന്നു, ഇത്രേ സമ്പന്നനായ ഒരുവന്റെ മകൻ അസീസിയിലെ ഫ്രാൻസിസ് എല്ലാം സ്വന്തമായിട്ട് ഉപയോഗിക്കായിരുന്നു. അതെല്ലാം അപ്പൻ്റെ സ്വന്തമെന്ന് അപ്പൻ അവകാശപ്പെടാൻ സാധ്യതയുള്ള ഉടുതുണി ഊരിയെറിയുമ്പോൾ ഹൃദയത്തിൽ ഒറ്റ ചിന്തയുള്ളൂ, യേശുവാണ് എൻ്റെ സമ്പത്ത്, യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത്. അങ്ങനെ ജീവിക്കാനും നമുക്ക് പറ്റുമെന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണല്ലോ അസീസിയിലെ ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റിയെങ്കിൽ, ബലഹീനനും അയോഗ്യനും പാപിയുമായി എനിക്ക് ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്തായി കണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇത് സാധ്യമാണ് എന്നാണ് ഈ വിശുദ്ധം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യാരൂപിയിലും എളിമയിലും ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ആ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ 5ാമത്തെ സുവിശേഷമായി മാറണമെന്നാണ്. 5ാമത്തെ 4 സുവിശേഷങ്ങളിലെല്ലാം പറയുന്നതാണ് ഈശോയെക്കുറിച്ചാണ്, യേശുവിനെ കുറിച്ചാണ്. 5ാമത്തെ സുവിശേഷം നമ്മളാകുമ്പോൾ നമ്മളും പറയേണ്ടെന്ന നമ്മുടെ ജീവിതം കൊണ്ടും യേശുവിനെ കുറിച്ച് പറയണം. സുവിശേഷങ്ങളിലെല്ലാം യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ സ്വഭാവം, യേശു നമുക്ക് വേണ്ടി ചെയ്തത്, യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയത്, ആ നിത്യസ്നേഹത്തിൻ്റെ, എളിമയുടെ, അനുകമ്പയുടെ, ദയയുടെ, അനുസരണത്തിൻ്റെ, വിശുദ്ധിയുടെ ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ജീവിതം. അപ്പം ഞാൻ 5ാം സുവിശേഷമായി മാറുമ്പോൾ എൻ്റെ ജീവിതം യേശുവിൻ്റെ സാക്ഷ്യമായിട്ട് മാറും, മറ്റൊരു സുവിശേഷമായിട്ട് മാറണം. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം കൊണ്ട് 5ാം സുവിശേഷം എഴുതണമെന്നുള്ളതാണ് ഇന്നത്തെ തിരുനാൾ, അല്ലെങ്കിൽ ഇന്നത്തെ വിശുദ്ധൻ്റെ ഓർമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുള്ള പരിശ്രമമായിരിക്കണം ഇങ്ങനെയുള്ള തിരുനാൾ ആഘോഷങ്ങളിലും വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലായിട്ട് കൂടി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ല നമ്മൾ ചുമ്മാ വിശുദ്ധൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു, എല്ലാ വർഷവും നമ്മളിങ്ങനെ കേൾക്കും. ഇന്ന് വരെ ആ വിശുദ്ധൻ്റെ ജീവിതം എത്ര കണ്ട് ഈശോയുടെ സ്നേഹത്തിൽ ഒരു മാറ്റമുണ്ടായോ, അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലെടുത്ത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, അനുദിന ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും മാതൃകയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മയുള്ളതായിട്ട് മാറ്റുന്നത്. കൊണ്ട് തീരുമാനമെടുക്കാം. പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ യേശുവിനെ യഥാർത്ഥ സമ്പത്തായി സ്വീകരിക്കുമ്പോൾ ആ ദാരിദ്ര്യ അരൂപിക്ക് വിപരീതമായി
നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്നത് എന്തുമാകട്ടെ, അതിനോട് സാവധാനമെങ്കിലും വിട പറയാനുള്ള ഒരു കരുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.